കണ്ണൂരിലേക്കാണ് ഒരു പതിവ് വാർത്ത ഇന്നും വന്നിട്ടുണ്ട്. സെൻട്രൽ ജയിലിൽ വീണ്ടും മൊബൈൽ ഫോൺ പിടികൂടി. അസിസ്റ്റന്റ് സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ ന്യൂ ബ്ലോക്കിന് പിൻഭാഗത്ത് നിന്നാണ് മൊബൈൽ കണ്ടെടുത്തത്. ജയിലധികൃതരുടെ പരാതിയിൽ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തു. കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ 7 മൊബൈൽ ഫോണുകളാണ് സെൻട്രൽ ജയിലിൽ നിന്ന് പിടികൂടിയത്. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ ചെയ്യുന്ന അരുൺ, സ്വർണ്ണത്തിന് വില കൂടുന്ന കണക്ക് എല്ലാ ദിനവും കൂടുന്നു. അതുപോലെ തന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് എല്ലാ ദിനവും മൊബൈൽ ഫോൺ പിടിക്കുന്നു. ഒരു മാറ്റവുമില്ല. കഴിഞ്ഞ ഒരു തവണ മാത്രം ആരിൽ നിന്ന് പിടിച്ചു എന്ന് മനസ്സിലായി. എങ്ങനെ ഫോൺ എത്തുന്നു അടക്കം പോലീസിന് മനസ്സിലായിട്ടും പിന്നെയും എങ്ങനെ ഈ ഫോൺ അവിടെ തന്നെ നിൽക്കുന്നു അരുൺ? സുഹൈൽ, അതിൻ്റെ സാധ്യത നേരത്തെ തന്നെ അവിടെ ഈ സൂക്ഷിച്ച് ഒളിപ്പിച്ചു വച്ച മൊബൈൽ ഫോണുകളായിരിക്കാം ഇപ്പോൾ ഈ പരിശോധനയിൽ പിടികൂടുന്നത്. ഈ ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിന് ശേഷം ജയിൽ വകുപ്പ് കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകിയിരുന്നു. എല്ലാ ദിവസവും കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്തണമെന്ന്. അങ്ങനെ പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. ആ പരിശോധന കർശനമാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ മൊബൈൽ ഫോണുകളും മറ്റു വസ്തുക്കളൊക്കെ ജയിലിൽ നിന്ന് പിടികൂടുന്നത്. നേരത്തെ ഈ രീതിയിലുള്ള പരിശോധനകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനു മുമ്പും ഇങ്ങനെ ഒളിപ്പിച്ചു വച്ച മൊബൈൽ ഫോണുകൾ, ഈ തടവുകാർ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകൾ പിടികൂടാൻ സാധിക്കുമായിരുന്നു. ഇപ്പോൾ ഒടുവിൽ ന്യൂ ബ്ലോക്കിൽ നിന്നാണ്, ന്യൂ ബ്ലോക്കിൻ്റെ പിൻഭാഗത്ത് ഒളിപ്പിച്ച നിലയിലാണ് ഇന്നലെ ഒരു മൊബൈൽ ഫോൺ കൂടി പിടികൂടിയിട്ടുള്ളത്. സുഹേൽ സൂചിപ്പിച്ച പോലെ രണ്ടാഴ്ചക്കിടെ 7 മൊബൈൽ ഫോണാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പിടികൂടിയത്. എന്തായാലും ഇനിയും മൊബൈൽ ഫോണുകൾ അവിടെ ഉണ്ടാകാം. പല സെല്ലുകളിലായി, പല ബ്ലോക്കുകളിലായി ഇങ്ങനെ ഒളിപ്പിച്ച നിലയിൽ ഉണ്ടാകാം. മൊബൈൽ ഫോണുകൾ മാത്രമായിരിക്കില്ല, ലഹരി വസ്തുക്കളൊക്കെ ഉണ്ട് എന്ന വിവരം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ ദിവസം മൊബൈൽ ഫോൺ മതിലിന് മുകളിലൂടെ എറിഞ്ഞു നൽകുന്നതിനിടെയാണ് പനങ്കാവ് സ്വദേശിയായിട്ടുള്ള അക്ഷയ് എന്ന യുവാവ് പിടിയിലായത്. ഇങ്ങനെ എറിഞ്ഞു നൽകുന്നതിന് വേണ്ടി പുറത്ത് വലിയ സംഘം പ്രവർത്തിക്കുന്നുണ്ട് എന്ന വിവരം പോലീസിന് ലഭിച്ചിരുന്നു. അവരെ കണ്ടെത്തുന്നതിന് വേണ്ടി, അവരെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നാണ് ഒരു ഭാഗത്ത് പോലീസ് പറയുന്നത്. അതിനിടെയാണ് ഓരോ ദിവസവും ജയിലിൽ നിന്ന് ഇത്തരം മൊബൈൽ ഫോണുകൾ പിടികൂടുന്ന വാർത്തകൾ പുറത്തു വരുന്നത്. എന്തായാലും ഇനിയും കൂടുതൽ പരിശോധന ശക്തമാക്കണം എന്ന് തന്നെയാണ് പൊതുവെ ആവശ്യമുയരുന്നത്. അതോടൊപ്പം ഈ എറിഞ്ഞു കൊടുക്കുന്ന, എങ്ങനെയാണ് ഈ മൊബൈൽ ഫോണുകളും മറ്റു വസ്തുക്കളൊക്കെ ജയിലിലെത്തുന്നത് എന്നതിനെ സംബന്ധിച്ചും കൂടുതൽ അന്വേഷണം ആവശ്യമാണ്. എറിഞ്ഞു നൽകുന്ന ഒരു രീതി മാത്രമല്ല, എറിഞ്ഞു നൽകുന്നത് കണ്ടെത്തുന്നതിന് വേണ്ടി ഈ കഴിഞ്ഞ ദിവസം ഈ യുവാവിനെ പിടികൂടിയ പശ്ചാത്തലത്തിൽ കൂടുതൽ നിരീക്ഷണം ഈ ജയിൽ മതിലിന് പുറത്തും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ജയിൽ അധികൃതർ പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും മാർഗങ്ങളിലൂടെ ഈ മൊബൈൽ ഫോണുകളും മറ്റു വസ്തുക്കളും നേരത്തെ റിപ്പോർട്ട് ചെയ്തനുസരിച്ച് ഒന്നും മതിലുകടത്തി എറിഞ്ഞാൽ 2000 രൂപ വരെ കൂലി കൊടുക്കുന്നുണ്ട്. പിന്നിൽ വലിയ സംഘമുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ ലഹരി അടക്കം, മൊബൈൽ അടക്കം ആവശ്യമുള്ളവരുടെ ഓർഡർ എടുക്കാൻ സന്ദർശകരെന്ന വ്യാജേനെ ജയിലിനകത്തേക്ക് വരുന്നവരുണ്ട്. ഇതിനൊക്കെ നിയന്ത്രിക്കുന്നത് ജയിൽ ചിരപരിചിതരായ മുൻ തടവുകാരാണ്. ഇവരിലേക്കൊക്കെ ഏതെങ്കിലും തരത്തിൽ അന്വേഷണം പോയിട്ടുണ്ടോ? ഇത്തരത്തിൽ ഈ റൂട്ട് കോസ്, ഈ പറയുന്ന ഉറവിടം തടഞ്ഞാലല്ലേ ഇത് പൂർണ്ണമായും തടയാനാകൂ? കഴിഞ്ഞ ദിവസം മൊബൈൽ ഫോൺ എറിഞ്ഞു നൽകുന്നതിനിടെ പിടിയിലായ പനങ്കാവ് സ്വദേശി അക്ഷയ് ഈ സംഘത്തിലെ ഒരു കണ്ണി മാത്രമാണ്, ഏറ്റവും അവസാനത്തെ കണ്ണി മാത്രമാണ് എന്നതാണ് പോലീസിൻ്റെ അന്വേഷണത്തിൽ വെളിവായത്. അതിനപ്പുറത്തേക്ക് ഈ മുൻ തടവുകാർ, ഈ സെൻട്രൽ ജയിലിൽ തന്നെ മുൻ തടവുകാർ, ജയിലും ജയിലിൻ്റെ പരിസരവും എല്ലാം നന്നായി അറിയുന്നവർ ഇതിൻ്റെ പിന്നിൽ ഈ പുറത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് ഈ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. മൊബൈൽ ഫോണുകൾ, മറ്റ് ലഹരി വസ്തുക്കളൊക്കെ അകത്തേക്ക് എത്തിക്കുന്നതിൽ അവർക്ക് വലിയ പ്രതിഫലം ലഭിക്കുന്നുണ്ട്. അതിലൊരു പങ്ക് മാത്രമാണ് എറിഞ്ഞു നൽകാൻ നിയോഗിക്കുന്ന അല്ലെങ്കിൽ ഏൽപ്പിക്കുന്ന അക്ഷയെ പോലുള്ളവർക്ക് ലഭിക്കുന്നത്. അങ്ങനെ ഈ പുറത്ത് വലിയ സംഘങ്ങളുണ്ട്. ഈ അക്ഷയിലൂടെ അതിൽ ചിലരെ പറ്റിയുള്ള കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ട്. അക്ഷയെ ചോദ്യം ചെയ്തതിലൂടെയാണ് അത് മുൻ തടവുകാരാണ് ഇത് നിയന്ത്രിക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ വിവരം ലഭിച്ചിട്ടുള്ളത്. അവരെ ഉടൻ പിടികൂടും, അത്തരം അറസ്റ്റുകൾ ഉണ്ടാകും എന്ന സൂചനയാണ് പോലീസ് നേരത്തെ തന്നെ നൽകിയിട്ടുള്ളത്. പക്ഷേ അത്തരം അറസ്റ്റിലേക്ക് എന്തായാലും ഇപ്പോൾ പോയിട്ടില്ല. എന്തായാലും ഈ മൊബൈൽ ഫോണുകളും മറ്റും സാധനങ്ങളൊക്കെ ഈ ജയിലിലേക്ക് എത്തുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള കർശനമായിട്ടുള്ള നടപടികൾ ആവശ്യമാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഈ തടവുകാർക്ക്, പ്രത്യേകിച്ച് രാഷ്ട്രീയ തടവുകാർക്കൊക്കെ സുഖവാസമുണ്ട് എന്ന ആക്ഷേപവും വിമർശനവും ഒക്കെ നേരത്തെ തന്നെ ശക്തമായി ഉയർന്നു വന്നതാണ്. അതിനിടയിലാണ് ഇപ്പോൾ നമുക്കറിയാം TP കേസിലെ കൊടിസുനി മാത്രമാണ് ജയിൽ മാറ്റിയത്. മറ്റു പ്രതികളെല്ലാം കണ്ണൂർ സെൻട്രൽ ജയിലിലുണ്ട്. മറ്റ് ഒട്ടനവധി വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട തടവുകാർ കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവിൽ കഴിയുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ സുഖവാസം അവിടെ ലഭിക്കുന്നുണ്ടോ? അവരൊക്കെ ഇങ്ങനെ മൊബൈൽ ഫോണുകളും മറ്റു ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ? എങ്ങനെ വലിയ ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത്. എന്തായാലും ആ കാര്യങ്ങളിലെല്ലാം ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. പോലീസിൻ്റെ അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കുന്നുണ്ട് എന്നതാണ് പോലീസ് നൽകുന്ന വിശദീകരണം. അതിനിടെയാണ് ഓരോ ദിവസവും ഇങ്ങനെ മൊബൈൽ ഫോണുകൾ സെൻട്രൽ ജയിലിൽ നിന്നും പിടികൂടുന്നത്.